ഓക്കെ, സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ തക്കാളിക്കറി വെക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ കുക്കർ ഒഴിച്ചെടുക്കണം. ബിക്കോസ് കുക്കറിലാണല്ലോ നമ്മൾ കറി ഉണ്ടാക്കിയത് രാവിലത്തെ ഗ്രീൻ പീസ് കറി. സോ ഫസ്റ്റ് നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയ കുക്കർ കാലിയാക്കാം. ആൻഡ് ദെൻ പരിപാടികൾ തുടങ്ങാം. നെക്സ്റ്റ് സെറ്റ് ഓഫ് പരിപാടികൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ പാത്രം കാലിയാക്കി എടുക്കാം. കുറച്ച് കറിയേ ബാക്കിയുള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴത്തേനും സെറ്റായിക്കോളും. ഒരു കുഞ്ഞ് പ്ലേറ്റിൽ ഇച്ചിരി കറിയേ ബാക്കിയുള്ളൂ. അങ്ങനെ നമ്മുടെ അത് ഇച്ചിരി താഴെ പോയി. ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തേക്കാം, അല്ലെങ്കിൽ പിന്നെ ഓക്കെ. സോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിക്കറി ഉണ്ടാക്കാമെന്നുള്ളത്. പരിപ്പും തക്കാളിയും കൂടി വയ്ക്കാമല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിക്കറിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. തക്കാളി അരിയാം, പിന്നെ സവാള അരിയുക, പച്ചമുളക് അരിയുക. ഇത് വേണമെങ്കിൽ വെളുത്തുള്ളി നമുക്ക് ചതച്ച് ചേർക്കാം. തക്കാളി കട്ട് ചെയ്യുമ്പോൾ ഈ സാധനം മെയിനായിട്ട് കളയണം കേട്ടോ. ബിക്കോസ് ഇതിലാണ് കൂടുതൽ ഓഫ് കെമിക്കൽസ് വന്നിരിക്കുക എന്നാണ് ഏതൊക്കെയോ വലിയ റിസർച്ച് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കത് ഫസ്റ്റ് റിമൂവ് ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത് ആദ്യം റിമൂവ് ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും സംഭവം കട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇത് നല്ല ഡെപ്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ ബേസിക്കലി. ഓക്കെ, സോ നമുക്ക് നമ്മുടെ കറികളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. വലിയ നമ്മുടെ കുക്കറിൻ്റെ ക്യാപ്പ് വീണ് ഇവിടെ ഒരു ഡാമേജ് സംഭവിച്ചു. ഞാൻ കുറച്ച് ആൽമണ്ട്സ് സോക്ക് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുക്കറിൻ്റെ ക്യാപ്പ് വീണു. അപ്പോൾ നമ്മുടെ ആൽമണ്ട്സിലെ വെള്ളമൊക്കെ പോയി ആകെ ഇച്ചിരി സീനായി. ദാറ്റ്സ് ഓക്കെ. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദിസ്. നമ്മുടെ തക്കാളിക്കറിയുടെ പരിപാടികൾ കണ്ടിന്യൂ ചെയ്യാം. അടുക്കളയിൽ ഉറുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉറുമ്പ് കടിക്കുന്നു. ഇതൊക്കെ വെറുതെ പെറുക്കി അങ്ങോട്ടിടാം. നമ്മുടെ കുക്കറിലേക്ക് പെറുക്കിയിടാം. നമുക്ക് സവാള നോക്കാം. സവാളയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് വാരി അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ജിഞ്ചർ ആക്ച്വലി ഇത്രയും വലിയ പീസിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പം നമുക്കൊരു കുറച്ചൊരു ഹാഫ് എടുക്കാം. ബാക്കി ഹാഫ് ലെറ്റ്സ് സേവ്. ഓക്കെ, സോ ജിഞ്ചർ നമ്മൾ അരിഞ്ഞിട്ടു. ഇത് ചതച്ചാലോ എന്നാണ് ആലോചന. വേണ്ട അല്ലേ, അങ്ങനെ അരിഞ്ഞിടാം. ബിക്കോസ് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ചതച്ചാലും എങ്ങനെ ഇട്ടാലും ഒക്കെ ഇത് അലഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഇടാം. നമുക്ക് കുറച്ച് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. നമുക്ക് കുറച്ച് പരിപ്പിടാം. കുറച്ച് പരിപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകി വാരി നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് മിക്സ് ചെയ്യാം. ഈ അരി കഴുകിട എന്ന് പറയുന്നത് നമ്മളിവിടെ പരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ഡേർട്ട് ഉണ്ട് ആക്ച്വലി. സോ നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പരിപ്പ് ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്കിതിനെ അങ്ങോട്ട് വേവിക്കാൻ വയ്ക്കാം. നമ്മളിത് തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുക. എൻ്റെ വേ ഓഫ് മേക്കിംഗ് പരിപ്പ് കറിയാണത് ആക്ച്വലി. അപ്പോൾ നമ്മൾ പരിപ്പിട്ടു. ഇനി ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പ് മുളകിട്ട് വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പരക്ക വെള്ളം എന്നൊക്കെ പറയില്ലേ, അത്ര വെള്ളം ഒഴിക്കുന്നുള്ളൂ. ബിക്കോസ് നമുക്ക് കറി അധികമായി കഴിഞ്ഞാൽ പിന്നെ തീരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പരക്ക വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ആൻഡ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട് ടു ടേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആൻഡ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി. ഇനി നമുക്കത് പ്രഷർ കുക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ പാല് തിളപ്പിച്ചതായിരുന്നു കാലത്ത്. നമ്മുടെ വീട്ടിൽ പശുവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് പാലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവരും പാല് കുടിക്കും ചിലപ്പം. അപ്പോൾ പാല് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണത്. ഓക്കെ, സോ നമ്മുടെ പരിപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ.
ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപ്പേരി വെക്കണം. നമ്മൾ നേരത്തെ കുറച്ച് നേരം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇനി നമുക്ക് ഇവനെ കറിയാക്കാം. അപ്പം നമുക്ക് തേങ്ങ പൊട്ടിക്കാം. പൊട്ടത്തേങ്ങയാണോ എന്നൊരു ഡൗട്ടുണ്ട്, ബിക്കോസ് കുലുങ്ങുന്നില്ല അത്രയ്ക്ക്. പൊട്ടത്തേങ്ങയല്ല, പക്ഷെ ഓൾമോസ്റ്റ് പൊട്ടത്തേങ്ങയാണ്. ഐ മീൻ വെള്ളമില്ലാത്ത തേങ്ങയാണ് ഉദ്ദേശം. വെള്ളമില്ലതിൽ വെള്ളമേ ഇല്ലാത്ത തേങ്ങയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ നമുക്ക് തേങ്ങ ഇനി കുറച്ച് ഈ കറിയിലേക്ക് വേണം, അറ്റ് ദ സെയിം ടൈം ഇതിലേക്ക് ചിരകിടാനും വേണം അല്ലേ. നമുക്ക് തേങ്ങ അരടാം. ഓക്കെ, നമ്മുടെ കയ്യിൽ പണ്ടത്തെ ചിരവാത്തടിയാണ് കേട്ടോ. മറ്റേ ഇരുന്ന് ചിരകണ സെറ്റപ്പില്ലേ, ആ സെറ്റപ്പാണ്. നമ്മൾ ഇരുന്ന് ചിരകണം. നമുക്ക് ഇരുന്ന് ചിരകാം. അതായത് ഒരു കഷ്ണം പൊട്ടിപ്പോകുന്നു. അപ്പോൾ നമ്മുടെ തേങ്ങ ചിരകി കഴിഞ്ഞു. ഇത്രയും തേങ്ങ മതി, ഉപ്പേരിക്ക് ഇത്രയും തേങ്ങ മതി. നമുക്ക് ഉപ്പേരി ഫസ്റ്റ് ഉണ്ടാക്കാം. കുക്കറോടെ വിസിലടിച്ച് കുറച്ചധികം നേരമായിട്ട് വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ മാറ്റി നമ്മുടെ ഉപ്പേരിക്കുള്ള സംഭവം വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരിക്ക് വേണ്ടി നമുക്ക് ഒരു മെസ്സായി. നമുക്ക് 2 ചെറുള്ളി നന്നാക്കിയെടുക്കാം. ചെറുള്ളി വെയിൽ കാണിക്കുന്ന സമയമായെന്ന് തോന്നുന്നു, ബിക്കോസ് ഒരു സൈഡിൽ നിന്ന് ഒരു ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറുള്ളി 2 ചെറുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടിട്ട് നമുക്ക് ഇവന്മാരെ അങ്ങോട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പം അങ്ങനെയായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഉപ്പേരി കാച്ചൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓരോ ദിവസം ഓരോ വെറൈറ്റി രീതിയിലാണ് ഉപ്പേരി വയ്ക്കാറ്. അതുകൊണ്ട് ഓരോ ദിവസത്തെ എൻ്റെ ഉപ്പേരിക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി താഴെ പോയി. ഉള്ളി ചെറുതായിട്ട് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിപ്പാത്രം വെയിൽ കൊള്ളിക്കേണ്ട സമയമായി എന്നാണ് അർത്ഥം. അമ്മയ്ക്ക് ഇങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞിടാനറിയാം കേട്ടോ. പക്ഷേ എനിക്കത്ര സ്കിൽഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുള്ളൂ. സ്കിൽഡായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഡയറക്റ്റ് ചട്ടിയിലേക്ക് ഇടാറുണ്ട്. പക്ഷേ ഞാൻ അത്ര സ്കിൽഡ് അല്ലാത്തതുകൊണ്ട് നമ്മളാ പരിപാടിക്ക് നടക്കുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട്. മമ്മി ആക്ച്വലി സാമ്പ്രാണിക്കുടിക്കായിട്ടോ പോയത്, വട്ടവടക്കല്ല. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വട്ടവടാന്ന് ഓർത്തായിരുന്നത്, പക്ഷേ സാമ്പ്രാണിക്കുടിക്കാണ് പോയത്. അത് മറ്റേ KSRTC യാത്ര ഉണ്ടല്ലോ, അങ്ങനെ പോയത് കേട്ടോ. ഈ കുട്ടിപ്പാത്രത്തിൽ തികയില്ല എല്ലാം എന്ന് വിശ്വസിക്കാമല്ലേ. തികയുമെന്ന് വിശ്വസിച്ച് നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് അവർ പരിപാടി. ഉപ്പ് തിരുമ്മി വെച്ചാലും ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അത് വാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് വേവുമല്ലോ എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ നമ്മുടെ കടുവറാസ് അവിടെ തകൃതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടുവറ കടുവറ നന്നായിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് മുളക് പൊടിയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഈ സംഭവം മൂടി വയ്ക്കും. നമ്മൾ ആക്ച്വലി പച്ചമുളക് ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. പച്ചമുളക് ഇടതിലിടാത്തത് കൊണ്ട് നമ്മൾ മുളക് അധികം ഇട്ടും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ സംഭവങ്ങളിടാം, മൂടി വയ്ക്കുക. അതാണ് നമ്മുടെ പ്ലാൻ. പോട്ടെ, മൂടി വയ്ക്കാം കേട്ടോ. കൂടുതൽ അലങ്കാരങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കറിവേപ്പില ഇടേണ്ടതായിരുന്നു,
പക്ഷെ കറിവേപ്പില ഇനി പുറത്ത് പോയി മരത്തൂന്ന് പറിച്ചുകൊണ്ട് വരണം. അപ്പോൾ നമ്മൾ ആ പരിപാടി വേണ്ട എന്ന് വയ്ക്കും. നമുക്കിത് നല്ല നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഈ പാത്രം വെച്ച് കവർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് വേറെ പാത്രം എടുത്തുകൊണ്ട് കവർ ചെയ്ത് വയ്ക്കാം. വരെ ഇത് കറക്റ്റാണ്, ഇതും കറക്റ്റല്ലല്ലോ. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള മൂടി എവിടെ കിട്ടും? മൂടി കറക്റ്റായിരിക്കും കേട്ടോ. യെസ്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ അവിടെ ഇരുന്ന് കുക്കാവട്ടെ. നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയും സ്പാറ്റിലയിൽ ഒട്ടിപ്പിടിച്ചു. തേങ്ങ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് കൊടുക്കാം അല്ലേ. ഈ തേങ്ങ മാത്രമേ ഇനി അടി കിടന്ന് വേറെ സീനാവും. ഇതൊന്ന് വേവട്ടെ. മെയിൻ ടൈം നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം. അടുത്തതായി നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിരുന്നല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കണമല്ലോ. സോ തേങ്ങ അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് കിട്ടി. നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. മെയിൻ ടൈം നമ്മുടെ കോവയ്ക്ക് എന്തായി നോക്കട്ടെ. കോവയ്ക്ക് ഒന്നും ആയിട്ടില്ല. പാത്രം ഭയങ്കര ചെറുതായിപ്പോയി. അതൊരു പരാജയമായിട്ടോ. എനിക്കിവിടെ വലിയ പാത്രം എടുക്കേണ്ടതായിരുന്നു. ആക്ച്വലി ചെറിയ പാത്രമായിപ്പോയി. അത് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പരിപ്പിന് കാച്ചാട്ടോ. പരിപ്പ് കറി കാച്ചാനുള്ള പരിപാടികൾ ചെയ്യാം. സോ പരിപ്പ് കറി കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറുള്ളി ചതച്ചെടുക്കണം. ഞാനപ്പോൾ ചെറുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചിട്ടിട്ട് നമ്മളിത് അങ്ങനെയാണോ നമ്മളിത് കുക്ക് ചെയ്യുക, കാച്ചുക. മൈ വേ ഓഫ് കുക്കിംഗ് ആണ്. ചെറുള്ളി ചതച്ചിട്ടിട്ടിട്ട് കാച്ചി മസാല ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക എന്നുള്ളത് കേട്ടോ. ചെറുള്ളി ചതച്ചു. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഈ സംഭവം ഇടാം. അങ്ങനെ മസാലാസ് ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് മസാലയൊന്നും ഇടുന്നില്ല കേട്ടോ. നമ്മളിതിൽ മുളക് പൊടിയും പിഞ്ച് ഓഫ് മല്ലിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ സംഭവങ്ങളുണ്ടല്ലോ, ചതച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ, അതിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. ഈ പരിപ്പിന് കുറച്ച് വേവ് കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 3-4 വിസിലടിച്ചിട്ട് നമ്മുടെ പരിപ്പ് വന്നിട്ടില്ല. അപ്പം നമ്മുടെ കടുക് കുട്ടന്മാരൊക്കെ പൊട്ടിയുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്ന് ഇട്ടതുകൊണ്ട് ഇതൊക്കെ തെറിച്ച് പോയി. കുറച്ച് എണ്ണയൊക്കെ തെറിച്ച് പുറത്ത് വീണു. നമ്മുടെ സംഭവങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ? ചെറുള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് നമ്മുടെ മസാലകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. 1 സ്പൂൺ ഓഫ് മുളക് പൊടി ആൻഡ് 1/2 സ്പൂൺ ഓഫ് മല്ലിപ്പൊടി. സിമ്പിൾ. നമ്മുടെ പരിപാടികളൊക്കെ എപ്പോഴും സിമ്പിൾ പരിപാടീസാണ്. തീ കുറച്ചിട്ടേക്കാണ്. ഈ ചിലപ്പോൾ അടി പിടിച്ച് കഴിഞ്ഞാൽ കറി കൂടാൻ കൊള്ളാം. ഓക്കെ. സോ നമ്മുടെ പൊടിയും വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിലേക്ക് നമ്മുടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇതിലിട്ട് വേവിച്ചിട്ടോ ഞാൻ അപ്പുറത്തേക്ക് ഇടാറ്. ഇത് ഫുള്ളിട്ടിട്ട് ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ല എനിക്ക് എപ്പോഴും കൈ കഴുകുന്ന അസുഖമുണ്ടെന്ന്. ഇത് അങ്ങനെ എടുത്തിട്ട് വന്ന് കൈ കഴുകി നമുക്കിതിലേക്ക് ഒഴിക്കാം. ആൻഡ് നമുക്കിതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ കറി. ഒന്ന് ഡ്രൈ ആയാൽ മതിയിട്ട്. ഇവിടെ കുറച്ച് വൃത്തികേടായി. അപ്പോൾ നമുക്കത് ക്ലിയർ അപ്പ് ചെയ്യണം. ഓക്കെ. സോ നമ്മുടെ ആ പരിപാടി ഇനി ഇതൊന്ന് ഫ്ലെയിം കൂട്ടിയിടുക. സംഭവം ഒന്ന് തിളയ്ക്കുമ്പോൾ അപ്പുറത്തേക്ക് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് അവിടെ ഇട്ട് ഒന്നുകൂടി തിളപ്പിക്കുക. അതാണ് നമ്മുടെ കറി. ഇത് എൻ്റെ വേ ഓഫ് പരിപ്പും തക്കാളി കേട്ടോ. ഇങ്ങനെയല്ല പരിപ്പും തക്കാളി വെക്കാമെന്ന് എനിക്കറിയാം.
വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ വയ്ക്കാറ്. അത് ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ വെച്ചാലും. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചിരുന്നു, നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് ഒന്നുകൂടി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചത്. സംഭവം സക്സസ് ആണ്. സോ യു ഗൈസ് ക്യാൻ ട്രൈ മൈ പരിപ്പും തക്കാളി വെച്ച കറി. നമ്മൾ നമ്മുടെ പരിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. പരിപ്പും തക്കാളിയും ഇതൊക്കെ കൂടി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓ, നമ്മുടെ കൈ പൊള്ളി. പരിപ്പ് മറ്റേ പാവയ്ക്കോടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബൈ ദ ബൈ നമ്മുടെ പാവയ്ക്ക വെന്തു കേട്ടോ. പാവയ്ക്ക വെന്ത് ഓഫ് ചെയ്തു. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം അവിടെ വേവിക്കാൻ വയ്ക്കാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ പരിപാടി. ഇവിടെ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഉണ്ടോ, നല്ല തേങ്ങ അരച്ച കറി പോലെ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിടാം. മീൻ ടൈം ഇതൊന്ന് തിളക്കട്ടെ, നല്ല വെയിലിടാം. ഓക്കെ, സോ ദിസ് ഇസ് ആർ പരിപ്പും തക്കാളിയും കറി. ഉപ്പുള്ള നോക്കട്ടെ. കറക്റ്റ് ഉപ്പാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഉപ്പിട്ടേക്കാം. ഉപ്പ് കറക്റ്റാണ്. എന്നിരുന്നാൽ കൂടെ എനിക്ക് ബേസിക്കലി കുറച്ച് ഉപ്പ് മതി. അതുകൊണ്ട് ഞാനിടുന്ന ഉപ്പ് ചിലപ്പോൾ വീട്ടിലുള്ളവർക്ക് കറക്റ്റ് ആവാറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അത് കാലിയായി. ഓക്കെ, സോ നമ്മൾ പാവയ്ക്ക ഉപ്പേരി വെച്ചു ആൻഡ് പരിപ്പും തക്കാളിയും കറി വെച്ചു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാത്രങ്ങൾ വാഷ് ചെയ്യാനുണ്ട് ആൻഡ് ദെൻ ചാള നന്നാക്കാനുണ്ട്. അപ്പോൾ ഈ രണ്ട് പരിപാടി, ചാള നന്നാക്കി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് പരിപാടീസ് കഴിഞ്ഞു. ചോറ് നമ്മൾ ഓൾറെഡി വേവിക്കാനിട്ടിട്ടുണ്ട്. സോ അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറ് വറുക്കൽ പരിപാടിയിൽ നിർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. അപ്പോൾ നമ്മുടെ ചോറും വെന്ത് കഴിഞ്ഞു ആൻഡ് കറികളും വെന്ത് കഴിഞ്ഞു. ഇനി ഇവിടെ മീൻ ഇരിപ്പുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളൂ. ചോറ് ഞാൻ യൂഷ്വലി വെക്കാറില്ല കേട്ടോ. ചോറ് എപ്പോഴും മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ എന്തെങ്കിലും കറികളാണ് യൂഷ്വലി വെക്കാറ്. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചത്തേക്ക് വേണ്ടിയുള്ള കറികളും ഞാൻ വെക്കും. ചോറ് മമ്മിയാണ് പ്രിപ്പയർ ചെയ്യാറ്. ചോറ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഇതല്ല. അതുകൊണ്ട് ചോറ് ഉണ്ടോ ഇല്ലയോ അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യില്ല. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്തെ മാത്രമാണ് ചോറുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ബോധർ ചെയ്യാറുള്ളൂ. ഓക്കെ, സോ നമ്മൾ അരി വാർത്ത് കഴിഞ്ഞു. ഓക്കെ, സോ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് വാഷിംഗ് ദ പ്ലേറ്റ്സ് സെറിമണിയാണ്. രാവിലത്തെ കുറച്ച് പ്ലേറ്റ്സേ ഉള്ളൂ. ഉണ്ടോ, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ പെട്ടെന്ന് കഴുകിയിട്ടില്ല. നമുക്കിതൊക്കെ വാഷ് ചെയ്യണം. ആൻഡ് ദെൻ നമുക്ക് മീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചാള മീൻ. ഇത് ക്ലീൻ ചെയ്യണം. നമ്മൾ യൂഷ്വലി ക്ലീൻ ചെയ്ത് മേടിക്കാറ്. പക്ഷേ ഇതെന്തോ മമ്മി എന്തോ റീസൺ കൊണ്ട് ക്ലീൻ ചെയ്യാതെ മേടിച്ചത്. ക്ലീൻ ചെയ്തേ വീട്ടിൽ മേടിക്കാറുള്ളൂ. ബിക്കോസ് ഇത് ക്ലീൻ ചെയ്യാനുള്ള മടിയുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യണം. ഉച്ചത്തേക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. സോ നമുക്ക് നമ്മുടെ പരിപാടി പെട്ടെന്ന് തീർക്കാം. ആദ്യം വാഷിംഗ് കഴിഞ്ഞിട്ട് വേണം ഫിഷ് ക്ലീൻ ചെയ്യാൻ. ഓക്കെ, സോ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ക്ലീനിങ് ആണ്. സോ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യാൻ പോവാണ്. കുറച്ച് ഫ്രൈ ചെയ്യാമെന്നാണ് തോട്ടിലാണ് ഇരിക്കണത്. കത്രിക ഉണ്ടെങ്കിൽ ആക്ച്വലി ഫിഷ് ക്ലീനിങ് ഭയങ്കര സിമ്പിളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പരിപാടി വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കത്രിക വെച്ചാൽ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. കത്രികയില്ലെങ്കിൽ ഫിഷ് ക്ലീൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ബിക്കോസ് കത്തി വെച്ച് ക്ലീൻ ചെയ്യുന്ന ഞാനൊക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കത്തി വെച്ച് മമ്മി ക്ലീൻ ചെയ്തിട്ടില്ല ആക്ച്വലി. ഞാൻ മമ്മി കത്രിക വെച്ച് ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടേ ഒരു കത്രിക മയത്തിലേക്ക് വന്നതുകൊണ്ട് ഞാൻ കത്രിക വെച്ചാണ് യൂസ്ഡ് ആയത്. അതുകൊണ്ട് ഇപ്പോൾ എന്നോട് കത്രിക ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് എന്നോട് മീൻ വെട്ടിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിപാടില്ല. കൈയൊക്കെ പൊട്ടി അത് കൊള്ളാവുള്ളൂ. സോ മീൻ നന്നാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കത്രിക മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ചാളക്കുട്ടന്മാർ നമുക്ക് വറക്കാനുള്ളതായതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ചാളയാട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി ഇങ്ങനത്തെ ക്ലീൻ ചെയ്യാത്ത ഫിഷ് നമ്മുടെ വീട്ടിൽ മേടിക്കാറില്ല. ഇത് എന്തോ ഒരു സാഹചര്യങ്ങളിലെ സമ്മർദ്ദം കൊണ്ട് വന്ന് മേടിച്ചതായിരിക്കണം.
ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഫിഷ് ക്ലീൻ ചെയ്താൽ മേടിക്കുള്ളൂ. ബിക്കോസ് ക്ലീൻ ചെയ്തതാണെങ്കിൽ നമുക്ക് കറി വെക്കാനൊരു മൂഡുണ്ടാവും. ക്ലീൻ ചെയ്യാതെ മേടിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ആ മൂഡേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫിഷ് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഫിഷ് ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞു. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു കണ്ടോ. നമ്മുടെ ചാളക്കുട്ടന്മാരെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു കേട്ടോ. ഇതൊരു വലിയ ടൈം എടുക്കുന്ന സമയമാണ്. നമ്മൾ കടയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. സോ നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് വറക്കാം. ഓക്കെ, സോ നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് കുട്ടാപ്പികളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ആൻഡ് ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആൻഡ് ദെൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കൂടുതൽ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. ചില ആൾക്കാർ സ്പൈസസ് ഇൻ ദ സെൻസ് ചില ആൾക്കാർ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ പരിപാടിക്കൊന്നും നടക്കാറില്ല. സമയം ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യും, പക്ഷെ പൊതുവെ സമയം കിട്ടാറില്ല. പിന്നെ ഇപ്പോൾ തന്നെ വേണ്ടില്ല, ഇത് കുക്ക് ചെയ്ത് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ടയർഡായി. സോ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി റെസ്റ്റ് എടുക്കണ്ടേ. ചില സമയത്തൊക്കെ എല്ലാ പരിപാടികളും ഇപ്പോൾ വൺ ഷോട്ടിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കണം. എങ്കിലാണല്ലോ നാളെ നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമ്മൾ മീൻ വറക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് അവരെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ടൈം ബീങ് നമ്മളൊരു 5-6 മിനിറ്റ് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കുള്ളത് മതിയില്ല. നമുക്ക് നിലവിൽ ഇത്രയും ഫ്രൈ ചെയ്യാം. ബിക്കോസ് ഞാനൊരു ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നോക്കിയിട്ട് അവിടെ ഇരിക്കട്ടെ, അതവിടെ വെയിറ്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വറക്കുന്നുള്ളൂ. ഇത്രയും മീനി അവിടെ ഇതിൽ വേവട്ടെ കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ചാളയൊക്കെ വെന്ത് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ചാളക്കുട്ടന്മാർ വെന്ത് കഴിഞ്ഞു. ആൻഡ് നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. സൈഡിൽ പരിപ്പ് കറി ഉണ്ട്, ഉപ്പേരി ഇവിടെ ഉണ്ട്. ജാമായി പോയി. സോ ആർ പാവയ്ക്ക ഉപ്പേരി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സീൻസ് ഇതെല്ലാമാണ്. നമുക്കിനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കുക്കിംഗ് എല്ലാം കഴിഞ്ഞായിരുന്നു. ഉച്ചയായിട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതേ നമ്മുടെ ഫുഡ് ഞാൻ കാണിച്ചു തരാം. ഇറ്റ് ഫുള്ളാണ്. നമ്മൾ വെച്ച തക്കാളിയും പരിപ്പൻ തക്കാളിയും രാവിലത്തെ ഗ്രീൻ പീസ്, ഫിഷ് ഫ്രൈ ആൻഡ് പാവയ്ക്കുപ്പേരി. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്.